ലാസ്റ്റ് പാർട്ട് മൊഡ്യൂൾ നമ്പർ 5. ഇതിൽ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനും കൺവേർഷനാണ്. കൺവേർഷൻ 3D to 2D കൺവേർഷൻ കുഴപ്പമില്ല, 2 കട്ട് ചെയ്ത പാർട്ടുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇൻവിസിബിൾ ലൈൻസിൻ്റെ ഒരു പ്രശ്നം പലർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബട്ട് എനിവേ ഇത് എൻജിനീയറിംഗ് ഡ്രോയിങ് ബൈ ND ഭട്ട് ആ ടെക്സ്റ്റ് ബുക്കിലത്തെ ഫിഗറാണ്. ആൻസറും അതിൽ തന്നെ ഉണ്ട്. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിൽ ഓൾറെഡി നമ്മൾ ചെയ്ത പ്രോബ്ലമാണ്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതേപോലത്തെ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതാണ്. റെക്റ്റാങ്കുലർ പ്രിസം തന്നെ 2 പ്രാവശ്യം ചെയ്തതാണ്. കൂടാതെ ഒരു സ്ക്വയർ പ്രിസവും ആക്സിസ് ഇൻക്ലൈൻഡ് ആയത് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 9. A rectangular prism of size 20, 20, 40 is lying on ground plane on one of its largest faces. A vertical edge is in picture plane and longer face containing that edge makes an angle of 30 degree with PP. The station point is 50 mm to the in front of picture plane, 30 mm above ground plane and lies in a center plane which passes through the center of the prism. Draw the perspective view of the prism. Rectangular prism 20 by 20 by 40 സ്ക്വയർ പ്രിസം ആണ് നമുക്ക് തോന്നും. അത് സ്ക്വയർ പ്രിസം ആകുന്നത് ഈ സ്ക്വയർ ഫേസിൽ റെസ്റ്റ് ചെയ്യുമ്പോഴാണ്. ഇത് റെസ്റ്റ് ചെയ്തിരിക്കുന്നത് ലാർജസ്റ്റ് ഫേസിലാണ്. ലാർജസ്റ്റ് ഫേസ് 20, 40 ഫേസിലാണ്. അപ്പോൾ ഇതിൻ്റെ ആക്സസ് വെർട്ടിക്കൽ ആക്സ് ആയിട്ട് ഇതാണ് ആക്സസ് എന്നാണ് ക്വസ്റ്റ്യൻ സെറ്റർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ആക്സ് ആണ്, ഈ ആക്സസ് അല്ല. എനിവേ നമുക്കിത് വരയ്ക്കാം, കാരണം എളുപ്പമാണ്, വരയ്ക്കാൻ എളുപ്പമാണ്. ബട്ട് ഇവിടെ വരച്ച് വരുമ്പോൾ എനിക്കൊരു പ്രശ്നം വന്നത് ഇത് വളരെ ചെറിയ സൈസ് ആയതുകൊണ്ട്. തൊട്ട് മുമ്പേ ചെയ്ത പ്രോബ്ലങ്ങളൊക്കെ വളരെ സൈസ് കൂടുതലായിട്ട് സ്കെയിൽ ചെയ്യാനൊക്കെ ആവശ്യമായി വന്നിട്ടുണ്ടായിരുന്നു. ഇതങ്ങനെ ഇത് വളരെ ചെറുതായിപ്പോയി. ഇതിൻ്റെ സൈസ് എൻലാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പേസും കിട്ടില്ല. ഈ സൈസ് തന്നെ വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് എടുക്കുമ്പോഴൊക്കെ കൺഫ്യൂഷൻ വരുന്നുണ്ട്. വളരെ അടുത്ത് ലൈൻസ് വരുന്നതുകൊണ്ടാണ്. വരയ്ക്കുമ്പോൾ എന്നോടും ഒരു പ്രാവശ്യം മാറിപ്പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ പലർക്കും സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അങ്ങനെ കുറച്ച് പേരുടെ കമൻസും കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന പൊസിഷൻ ഇതിൽ റെസ്റ്റ് ചെയ്യുന്നു, 20, 40 റെസ്റ്റ് ചെയ്യുന്നു. ഈ വെർട്ടിക്കൽ എഡ്ജ് പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്തിരിക്കുന്നു. അതായത് ഇത് പിക്ചർ പ്ലെയിനിൽ ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ലാർജസ്റ്റ് ഫേസിൻ്റെ ആംഗിൾ, ലാർജസ്റ്റ് ഫേസ് ഉദ്ദേശിക്കുന്നത് 20, 40 ഈ ഫേസ്, ഇതിൻ്റെ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഇത് നമുക്ക് ഈ ഡയറക്ഷൻ എടുക്കാം, ഈ ഡയറക്ഷൻ എടുക്കാം, കാരണം ഡയറക്ഷൻ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അത് വരച്ച് കഴിഞ്ഞു. ടോപ്പ് വ്യൂവിൽ 20, 40 റെക്റ്റാങ്കിൾ കിട്ടും. അതിൻ്റെ ഇൻക്ലിനേഷൻ 30 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് ഈ ആക്സസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് കാണാൻ പറ്റും. ഈ പോയിൻ്റ് A, ഇത് B, ഇത് CD, PQRS എടുക്കുന്നു. അപ്പോൾ ടോപ്പ് വ്യൂ A, B, CD, PQRS. ഫ്രണ്ട് വ്യൂ ഇവിടെ A', D', B', C' കിട്ടും. ഹൈറ്റ് 20 ആണ്, ഈ ഹൈറ്റ് 20 ആണ്. അങ്ങനെ ഈ റെക്റ്റാങ്കിൾ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ A', B', C', D', ഇവിടെ P', Q', R' ആൻഡ് S'. ഓക്കെ, ആ റെക്റ്റാങ്കിൾ വരച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യാം. ഇനി സ്റ്റേഷൻ പോയിൻറ്റ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി 50 mm ഇൻ ഫ്രണ്ട് ആണ്. അപ്പോൾ PP എന്ന് പറയുന്ന ലൈൻ 50 mm ഇൻ ഫ്രണ്ട് ആയിട്ടാണ് S കിട്ടുന്നത്. ഗ്രൗണ്ട് ലൈനിൽ നിന്ന് 30 mm മുകളിലായിട്ടാണ് S'. ഇനി ഇത് ലെഫ്റ്റോ റൈറ്റോ അല്ല, സെൻറ്റർ പ്ലെയിൻ പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ പ്രിസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രിസത്തിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ ഈ ആക്സിസിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കുക, ഈ മിഡ് പോയിൻറ്റിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. അതിലൂടെയാണ് സെൻറ്റർ പ്ലെയിൻ പാസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് സ്റ്റേഷൻ പോയിൻ്റ് ഐ ഓഫ് ദ ഒബ്സർവർ ആ പ്ലെയിനിലാണ്, ആ ലൈനിലാണ്. അങ്ങനെ നമുക്ക് ഇവിടെ എസും ഇവിടെ S' കിട്ടും. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്യാപ്പ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ചെറിയൊരു ഗ്യാപ്പ് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് കൂടുതൽ ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. എല്ലാ ടോപ്പ് വ്യൂ പോയിൻറ്റ്സിനെയും എസിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ A1, B1, D1, C1 അങ്ങനെ 8 പോയിൻറ്റ്സ് കിട്ടും. എല്ലാ ഫ്രണ്ട് വ്യൂ പോയിൻറ്റ്സിനെയും S' ജോയിൻ ചെയ്യാം. ഇവിടെ ബിയും സിയും പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ട് വ്യൂവും പെർസ്പെക്റ്റീവും സെയിം ആയിരിക്കും. ഇവിടെ തന്നെ കിട്ടും BC. ഇവിടെ AD കിട്ടി. അതേപോലെ PS, P', S', കിട്ടും. അങ്ങനെ QR എല്ലാ പോയിൻറ്റ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. ഇവിടെ എവേ കിടക്കുന്ന പോയിൻ്റ് S ആണ്. അതുകൊണ്ട് ഈ പോയിൻ്റ് S വിസിബിൾ അല്ല. SD, SP, SR ഈ 3 ലൈനും ഡാഷ് ലൈൻ ആയിരിക്കും. ബാക്കിയുള്ള ലൈൻസും വിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ യൂഷ്വലി വരാറുള്ളത് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ 5 to 6 മാർക്സൊക്കെ കാണാറുണ്ട്. 3 മാർക്സോളം എലമെൻറ്റ്സ് ഓഫ് പെർസ്പെക്റ്റീവ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് S' S ലൊക്കേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. ബാക്കി പെർസ്പെക്റ്റീവിനാണ് എല്ലാ പോയിൻറ്റ്സും എസിലേക്ക് ജോയിൻ ചെയ്യുക, S' ജോയിൻ ചെയ്യുക. അതിന് ഫൈനൽ പെർസ്പെക്റ്റീവ് വരയ്ക്കുന്നതിനാണ് ബാക്കി മാർക്സ് വരുന്നത്. അപ്പോൾ ഇത് താഴെ മുകളിൽ മാറിപ്പോയി വരച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടില്ല.
അവിടെ സ്റ്റേഷൻ പോയിന്റ് ലൊക്കേറ്റ് ചെയ്താൽ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ. ഇതിൽ ഒരു കുട്ടി ചോദിച്ചു ഗ്രൗണ്ട് ലൈൻ ആൻഡ് ഈ ഫ്രണ്ട് വ്യൂ ഫിഗർ മുകളിലും PP ആൻഡ് ഈ ടോപ്പ് വ്യൂ ഫിഗർ താഴെയും വരച്ചു. അങ്ങനെ വരച്ചാലും ശരിയാണ്, ആൻസർ ഈ ഷേപ്പ് തന്നെ കിട്ടും. ബട്ട് അവിടെ S' എന്ന് മാറിപ്പോരുത്. ഈ ഗ്രൗണ്ട് ലൈനിൽ S' എടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ സെയിം ഷേപ്പ് തന്നെയാണ് കിട്ടുക. അതും മാർക്ക് കൊടുക്കേണ്ടതാണ്. ബട്ട് മാക്സിമം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെയുള്ള മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. Question number 10, last question. Draw the front view, top view and side view of the object given below. Front view should be drawn as seen in the direction of the arrow X. ഇവിടെ ഫ്രണ്ട് വ്യൂയുടെ ഡയറക്ഷൻ ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് X ഡയറക്ഷനായിട്ട് എടുക്കുക, ഇത് Y, ഇത് വെർട്ടിക്കൽ ഡയറക്ഷൻ Z ആയിട്ട് എടുക്കുക. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ എക്സും സെഡും കൂടെ കാണും. ഫ്രണ്ട് വ്യൂവിൽ എക്സ് 96, ഹൈറ്റ് 64. ഓക്കെ, ഇത് എക്സ് ഡയറക്ഷൻ, ഇത് സെഡ് ഡയറക്ഷൻ. ടോപ്പ് വ്യൂവിൽ ഈ ഡയറക്ഷൻ മുകളിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ എക്സും വൈ ആണ് കാണുക. ഈ 30 ഡിഗ്രി ഇംഗ്ലണ്ടൊക്കെ എടുക്കുന്ന എക്സും വൈയും അത് ടോപ്പ് വ്യൂവിൽ ഹൊറിസോണ്ടൽ ലൈൻസ് ആയിരിക്കും. എക്സ് വരേന് പാരലും വൈ എക്സ് വരേന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അത് 96, ഇതും വിഡ്ത്തും 64 ആണ്. 64 സൈഡ് വ്യൂ, ഇനി വൺ സൈഡ് വ്യൂ ആണ്. ലെഫ്റ്റ് സൈഡ് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കാം. അപ്പോൾ വരയ്ക്കാൻ നല്ലത് റൈറ്റ് സൈഡ് വ്യൂ ആണ്, കാരണം ഇവിടെ വിസിബിൾ ആകുന്നത് റൈറ്റ് സൈഡ് വ്യൂ ആണ്. അതുകൊണ്ട് റൈറ്റ് സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡ് കിട്ടും. ഇവിടെ സ്പേസ് കൺസിഡർ ചെയ്യണം. ഇനി ലെഫ്റ്റ് സൈഡ് വ്യൂ വരച്ചാലും കുഴപ്പമില്ല, റൈറ്റ് സൈഡിൽ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ സൈഡ് വ്യൂവിൽ കാണുക ഈ 64 വൈയും സെഡും ആണ്. 64, ഇതിൻ്റെ ഹൈറ്റ് 64. ഓക്കെ, ഇനി ഇതിൽ ബാക്കിയുള്ള ഷേപ്സൊക്കെ ആഡ് ചെയ്യണം. ബാക്കിയുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളും, ഈ ഹോളും, ഇവിടെ ഒരു സെമി സിലിണ്ടറിക്കലായിട്ടുള്ള ഹോൾ കട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ആഡ് ചെയ്യണം. ഇവിടെ ഒരു വെഡ്ജ് ഷേപ്പ് ഉണ്ട്. അങ്ങനെയാണ് നമുക്കിതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ ഞാൻ ഈ ഫിഗർ വരച്ചിട്ടില്ല. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ബൈ ND ഭട്ട്, ആ ടെക്സ്റ്റ് ബുക്കിലത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിലത്തെ ഫിഗറാണിത്. അപ്പോൾ ആ ആൻസർ തന്നെയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക. ഇവിടെ റൈറ്റ് സൈഡ് വ്യൂ ആണ് വരച്ചിരിക്കുന്നത്. ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന ഈ സെമി സിലിണ്ടറിക്കൽ ഹോൾ ടോപ്പ് വ്യൂവിൽ വിസിബിൾ ലൈനായിട്ടാണ് കാണുക. ബട്ട് സൈഡ് വ്യൂവിൽ അത് ഡാഷ് ലൈൻ ആയിരിക്കും. ആ ഡാഷ് ലൈനാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഈ പോർഷൻ ടോപ്പ് വ്യൂവിലാണ് വിസിബിൾ, ഫ്രണ്ട് വ്യൂവിൽ അത് ഡാഷ് ലൈൻ യൂസ് ചെയ്യണം. ഈ വെഡ്ജ് ഷേപ്പ് ട്രയാങ്കിളായിട്ട് ഫ്രണ്ട് വ്യൂവിൽ കാണും. ടോപ്പ് വ്യൂവിൽ ഇങ്ങനെ റെക്റ്റാങ്കിളാണ്, സൈഡ് വ്യൂവിൽ ഇതേപോലെ ഒരു റെക്റ്റാങ്കിളാണ്. ഡയമെൻഷൻ കംപ്ലീറ്റ് ചെയ്യുക. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ യൂഷ്വലി 6+6+6+2 ആണ് വരാറുള്ളത്. ഇനി ഈ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഫോളോ ചെയ്തില്ലെങ്കിൽ, അതായത് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, ഈ ഒരു രീതിയിലല്ലാതെ പല സ്ഥലങ്ങളിലാക്കി വരച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നൊക്കെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഒരു വ്യൂയുടെ മാർക്ക് എന്തായാലും കിട്ടും, അത് കംപ്ലീറ്റ് കറക്റ്റ് ആണെങ്കിൽ. ബാക്കി ആൻസർ കീനെ ഡിപ്പെൻഡ് ചെയ്യും. ഫോളോയിങ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ 3 മാർക്സ് എന്നൊരു ആൻസർ കീയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഫോളോ ചെയ്തില്ലെങ്കിൽ 3 മാർക്സ് മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ എന്നാണ് ആ ആൻസർ കീയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബട്ട് ചില ആൻസർ കീയിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഫോളോ ചെയ്തില്ലെങ്കിൽ മാർക്ക് കൊടുക്കുന്നതുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിലെ മാർക്കായിരിക്കും കിട്ടുക. പിന്നെ ഈ ഹിഡൻ ലൈൻസ് വരച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു 2 to 3 മാർക്സൊക്കെ ഹിഡൻ ലൈൻസ് ഇല്ലെങ്കിൽ കുറഞ്ഞു പോകും. അപ്പോൾ ഇതാണ് ഈ പേപ്പറിൻ്റെ ഡിസ്കഷൻ. ഇതിൽ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് 2 മൊഡ്യൂളിൽ വന്നതും, പിന്നെ ചില കൺഫ്യൂഷൻസ്, ഒരു ഡാറ്റ എക്സ്ട്രാ വന്നതും, സ്കെയിലിങ്ങിൻ്റെ പ്രശ്നവും മറ്റു പല രീതിയിലും പലർക്കും ബുദ്ധിമുട്ടായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൻസർ കീ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലിബറലാക്കുന്ന രീതിയിൽ ആൻസർ കീ മാറ്റാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കാൻ പല അധ്യാപകരും തീരുമാനിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ വാല്യുവേഷൻ ലിബറലാക്കും എന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു. വേറെ ഏതെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴി കോൺടാക്റ്റും ചെയ്യാം. താങ്ക് യു.